നമ്മൾ പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാതെ ഒരു പേഷ്യൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ തൊടാൻ പോലും പോകരുത്. അവരുടെ പേഴ്സണൽ കെയർ പ്ലാൻ വായിച്ചിട്ടേ പോകാവുള്ളൂ. ചിലപ്പം ഇന്നത്തെ കെയർ പ്ലാൻ അല്ലായിരിക്കും നാളെ കെയർ പ്ലാൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാവേ. ഞാനൊരു സീനിയർ ഹോമിൽ വർക്ക് ചെയ്യാൻ നേരം ഹയർ ആയിട്ട് പാർട്ട് ടൈം ആയിരുന്നു. അപ്പം ട്രെയിൻ ചെയ്തത് ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് 2 പേഴ്സൺ ആയിട്ടായിരുന്നു. പക്ഷേ ഈ മിഷൻ ലിഫ്റ്റ് ആയായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ. അത് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഈ കെയർ പ്ലാൻ അകത്തുണ്ടായിരുന്നു. അപ്പം പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ പിടിച്ച് 2 പേഴ്സൺ പൊക്കാൻ പോയി. പുള്ളിക്കാരൻ എൻ്റെ സൈഡിലേക്ക് താങ്ങി. കാരണം പ്രായമായവരാണ്, മിഷൻ ലിഫ്റ്റിംഗ് ആയിരുന്നു. എൻ്റെ ബാക്കിന് അങ്ങനെ പണിയും കിട്ടി. ഇപ്പോഴും നടുവേദനയുണ്ട് അതിൻ്റെ കാരണത്താൽ. എനിവേസ്, നമ്മൾ പ്രോപ്പറായിട്ട് ക്ലയൻറ്റ് ഇൻഫർമേഷൻ വായിക്കാൻ മറക്കരുത് എന്നും കൂടെ എന്നെ ആ ഒരു ഇത് പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ മറക്കുകയും ചെയ്യും ഇപ്പോഴും. എനിവേസ്, ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രീ മെയ്ഡ് എന്ന് പറയാം. ആദ്യത്തെ കരിഞ്ഞു പോയി, ഇത് രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ സെറ്റായി കേട്ടോ. മറ്റേ ഗ്രീൻ ഓണിയൻ പാൻ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ട പോലൊക്കെ തന്നെ ഫ്രോസൺ ആണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ മീൻ കറിയും. എനിക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമായി. എസ്പെഷ്യലി ഇത് പാനിനകത്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മറ്റേ എയർ ഫ്രയറിനകത്ത് ഉണ്ടാക്കി. ശരിക്കും പൊറോട്ട പോലത്തെ ഒരു ഫ്ലേവറിൽ എനിക്ക് കിട്ടി കേട്ടോ.